അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മുടെ ഖത്മുൽ ഖുർആന്റെ 51ാമത്തെ ക്ലാസ്സാണ് ഇൻഷാ അല്ലാഹ്. സൂറത്തുൻ നിസായിലെ ഒരു പക്ഷേ ഇന്ന് തീരുകയാണെങ്കിൽ സൂറത്തുൻ നിസായിന്റെ അവസാനത്തെ ഭാഗവുമായിരിക്കും. ഒരുപാട് ആളുകൾ, സാധാരണക്കാരായ ആളുകൾക്ക് ഉപകാരമാകുന്ന രൂപത്തിലുള്ള ഒരു ചെറിയൊരു ക്ലാസ്സാണ്. വിശുദ്ധ ഖുർആന്റെ പാരായണം നമ്മളാൽ കഴിയുന്ന രൂപത്തിൽ പഠിക്കാൻ പറ്റിയ രൂപത്തിലുള്ള ഒരു ചെറിയൊരു ക്ലാസ്സാണ്. അല്ലാഹു തആല നമുക്ക് മനോഹരമായിട്ട് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وقولهم إنا قتلنا المسيح عيسى ابن مريم رسول الله. وقولهم إنا قتلنا المسيح. നമ്മുടെ ക്ലാസ് ആദ്യമായിട്ട് കേൾക്കുന്നവരൊക്കെ മുമ്പുള്ള ക്ലാസ്സുകൾ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ നിർബന്ധമായിട്ടും തുടക്കത്തിലുള്ള ക്ലാസ്സുകൾ കേൾക്കുക. പ്രത്യേകിച്ച് 1, 2, 3 ക്ലാസ്സുകളൊക്കെ ആ ക്ലാസ് നമ്മുടെ ചാനൽ പരിശോധിക്കുക. കിട്ടാത്ത ആളുകളാണെങ്കിൽ താഴെയുള്ള നമ്പറിൽ ബന്ധപ്പെട്ടാൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്കത് അയച്ചു തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഗ്രൂപ്പിൽ ചേരാൻ താല്പര്യമുള്ള ആളുകളും ആ നമ്പറിൽ ഒന്ന് മെസ്സേജ് അയക്കുക. ആ ലിങ്ക് തുടക്കം മുതലുള്ള ക്ലാസ്സുകൾ മുഴുവനും നഷ്ടപ്പെടാതെ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. وقولهم إنا قتلنا المسيح. ഇവിടെ തുടക്കത്തിന് കണ്ടില്ലേ, ഇന്ന ശബ്ദമുള്ള നൂന് മീമ്, അത് നമ്മൾ മണിക്കണം. ഖതൽനൽ മസീഹ് ഹാൽ നിർത്തിയപ്പോൾ സുക്കൂൻ ചെയ്തു അല്ലേ. ഇവിടെ ഖതൽന എന്നാണുള്ളത്. നീട്ടാനുള്ളതിന് ശേഷം സുക്കൂനോ ശബ്ദോ വന്നാൽ എന്ത് ചെയ്യണം? ആ നീട്ടാനുള്ള അക്ഷരം ഒഴിവാകും എന്നുള്ളതാണ്. ഖതൽനൽ മസീഹ ഈസ ഇബ്ന മറിയം റസൂലല്ലാഹ്. ഈസ ഇബ്ന മറിയം, അവിടെ സ എന്നതിന് ശേഷം ഒരു അലിഫ് ഉണ്ട്, വസ്ലിൻ ഹംസ ചേർത്തി ഓതുമ്പോൾ അത് ഉച്ചരിക്കൂല. ഈസ ഇബ്ന മറിയം റസൂലല്ലാഹ്. വമാ ഖതലൂഹു വമാ സ്വലബൂഹു വലാകിൻ ശുബ്ബിഹ ലഹും വഇന്നല്ലദീന ഇഖ്തലഫൂ ഫീഹി ലഫീ ശക്കിൻ മിൻഹു മാ ലഹും ബിഹി മിൻ ഇൽമിൻ ഇല്ലാ ഇത്തിബാഅൽ ളൻ. ما لهم به من علم إلا اتباع الظن وما قتلوه يقينا. ഇല്ല എന്നാണുള്ളത്. പിന്നെ ശബ്ദമുള്ള തീ എന്നുള്ളതാണ് അല്ലേ. നേരത്തെ പറഞ്ഞു ശബ്ദമുള്ള അല്ലെങ്കിൽ സുക്കൂനാണ് വരുന്നതെങ്കിൽ ഇല്ല എന്ന് നീട്ടാനുള്ള ശേഷം ഇല്ല എന്ന് പറയില്ല, ഇല്ലാത്തി എന്ന് വയ്ക്കൂല. ഇല്ലത്തിബഅൻ ലൻ എന്നല്ല, ശബ്ദുള്ള നൂനാണ്. അപ്പൊ ഒന്ന് പ്രസ് ചെയ്യാം. ശബ്ദുള്ള നൂനായതുകൊണ്ട് ശബ്ദുള്ള നൂനുമല് ഇല്ലത്തിബഅൻ ലൻ. ഇല്ലത്തിബഅൻ ലൻ എന്ന് പറയില്ല. അൻ അൻ അല്ലെ, നൂനിന്റെ ഒരു പ്രത്യേകതയാണ്. നൂന് അല്ലെ, സുക്കൂനൊക്കെ പ്രത്യേകിച്ച് പറയുമ്പം അൻ ഇത് പറയുമ്പോൾ ചെറിയ ഒരു ലെവൽ ഇങ്ങനെ പോകും. അൻ അല്ലേ, അൻ 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 എന്നല്ല, അൻ. അപ്പോൾ അതിലേറെ ഒന്നുകൂടി കൊടുക്കുക. وقولهم إنا قتلنا المسيح عيسى ابن مريم رسول الله وما قتلوه وما صلبوه ولكن شبه لهم وإن الذين اختلفوا فيه لفي شك منه
ശബ്ദമുള്ള നൂനാണ്, മണിക്കണം. മാ ലഹും ബിഹി മിൻ ഇൽമിൻ ഇല്ലാ ഇത്തിബാഅൽ ളന്നി വമാ ഖതലൂഹു യഖീനാ. അത് തൻവീൻ ഫത്ഹാണ്. തൻവീൻ ഫത്ഹ് ആകുമ്പോൾ യഖീന, യഖീനൻ എന്നാണുള്ളത്. നിർത്തുമ്പോൾ യഖീന. ബർ റഫഅഹു അല്ലാഹു ഇലൈഹി. ബർ, ലാമിന് സുക്കൂനില്ല, പിന്നെ ലാമിന് ഫത്ഹ് കസറൊന്നുമില്ല. പിന്നെ അപ്പം ബൽ എന്നൊന്നും വായിക്കരുത്. ബർ റഫഅഹു അല്ലാഹു ഇലൈഹി وكان الله عزيزا حكيما. بل رفعه الله إليه. നിർത്തുമ്പം ഹായില് സുക്കൂൻ, അവസാനത്തെ അക്ഷരത്തിന് സുക്കൂൻ തൊട്ട് മുമ്പ് നീട്ടാനുള്ള, പിന്നെ തൊട്ട് മുമ്പ് സുക്കൂനുള്ള യാ ആണ്. സുക്കൂനുള്ള യാ വാവോ വന്നാൽ അതിന് മുമ്പ് ഫത്ത് ആവുകയും ചെയ്യുമ്പോൾ നിർത്തുമ്പോൾ മദ് ലീൻ വരും. ഇലൈഹി വകാന അല്ലാഹു അസീസൻ ഹകീമാ. വഇൻ മിൻ അഹ്ലിൽ കിതാബി ഇല്ലാ ലയുഅ്മിനന്ന ബിഹി ഖബ്ല മൗതിഹി വയൗമൽ ഖിയാമത്തി യകൂനു അലൈഹിം ഷഹീദാ. യകൂനു അലൈഹിം ഷഹീദ. മീമിന്റെ നിയമങ്ങൾ ഓർമ്മയിലുണ്ടാകണം. മീമിന്റെ ശേഷമുള്ള അക്ഷരം, സുക്കൂനുള്ള മീമിന്റെ ശേഷമുള്ള അക്ഷരം മീമ് തന്നെയാണെങ്കിൽ നേരെ ആദ്യത്തെ മീമിനെ രണ്ടാമത്തെ മീമിലേക്ക് കൂട്ടി യോജിപ്പിക്കും, ഒരു മീമായിട്ട് ഉച്ചരിക്കും. മീമിന്റെ ശേഷം ഇനി ബ ആണ് വന്നതെങ്കിൽ മറച്ചു മണിക്കും, എന്ന് പറഞ്ഞാൽ മറച്ചു മണിക്കാം. ബാക്കിയുള്ള ഏതക്ഷരം വന്നാലും മീമ് വ്യക്തമായിട്ട് പറയുക. വ്യക്തമായി. അലൈഹിം ഷഹീദ. وإن من أهل الكتاب إلا ليؤمنن به قبل موته ويوم القيامة يكون عليهم شهيدا. إن شاء الله കൂടുതലൊന്നും പറയുന്നില്ല, നമ്മളിങ്ങനെ ഓതി പോകാൻ പ്രധാനപ്പെട്ട മാത്രമേ പറയുന്നുള്ളൂ. فبظلم من الذين هادوا حرمنا عليهم طيبات أحلت لهم وبصدهم عن سبيل الله وبصدهم عن سبيل الله كثيرا. فبظلم من الذين هادوا حرمنا عليهم طيبات أحلت لهم وبصدهم عن سبيل الله كثيرا. فبظلم من الذين هادوا حرمنا عليهم طيبات أحلت لهم وبصدهم عن سبيل الله كثيرا. وأخذهم الربا وقد نهوا عنه وأكلهم أموال الناس بالباطل وأعتدنا للكافرين منهم عذابا أليما. ഇവിടെ കണ്ടില്ല, തൻവീനേശം ഹംസ വന്നു. സുക്കൂനുള്ള നൂനിന്റെയോ സുക്കൂനുള്ള നൂന് ഒന്നെങ്കിൽ സുക്കൂൻ ഉണ്ടാകും, അല്ലെങ്കിൽ സുക്കൂനിന്റെ ചിഹ്നം ഉണ്ടാവൂല. ഇദ്ഹാറിനതയാകുമ്പോ സുക്കൂനുള്ള നൂന് ഉണ്ടാകും. അപ്പൊ സുക്കൂനുള്ള നൂന് എന്ന് പറഞ്ഞാൽ പൊതുവെ നമ്മൾ മനസ്സിലാക്കുക, സുക്കൂനുള്ള നൂന് ഒന്നെങ്കിൽ സുക്കൂനിന്റെ നൂനിന്റെ ചിഹ്നം ഉണ്ടാവും, ഇല്ലെങ്കിൽ ഉണ്ടാവില്ല. ഏതായാലും വേണ്ടിയില്ല, രണ്ടും സുക്കൂനാണ്.
അപ്പൊ സുക്കൂനുള്ള നൂനിന്റെയോ അല്ലെങ്കിൽ തെൻവീനിന്റെ ശേഷം ഹംസ ഹ ഹ ഹ ഐന് ഗൈന് ഈ 6 അക്ഷരങ്ങൾ വന്നാൽ, ഉദാഹരണത്തിന് അദാബൻ, ഇവിടെ ബൻ എന്ന തെൻവീന് വന്നു, തെൻവീന് ശേഷം അലീമ അല്ലേ അതിന്റെ. അപ്പൊ തെൻവീന്റെ ശേഷം ഉച്ചാരണത്തിൽ വരുന്ന ഹംസ അലീമ. ഹംസ എന്ന് പറഞ്ഞാൽ ആ ഇ ഉ എന്ന അലിഫ് ഉണ്ടല്ലോ, അലിഫിന്റെ മുകളിൽ ഫത്ത് ഇട്ട പിന്നെ ആ എന്നാണ്, അതിന്റെ പേര് ഹംസയായിട്ട് മാറി. അപ്പൊ ഹംസ ഐന് ഗൈന് ശേഷമുള്ള അക്ഷരം ഈ അക്ഷരമാണെങ്കിൽ അപ്പൊ തെൻവീന് വ്യക്തമാക്കും. ശേഷമുള്ളത് ഈ 6 അക്ഷരത്തിൽപ്പെട്ട ഹംസ ഐന് ഗൈന് ഈ 6 അക്ഷരത്തിൽപ്പെട്ട ഏതെങ്കിലും ആണെങ്കിൽ ഈ തെൻവീന് വളരെ വ്യക്തമായിട്ട് പറയണം. അതാ ബൻ എന്ന് വ്യക്തമാക്കും. അതിന്റെ പേരാണ് ഇദ്ഹാർ എന്ന് പറയും. വ്യക്തമാക്കുന്നതിന് ഇദ്ഹാർ എന്ന് പറയും. അദാബൻ അലീമ, അദാബൻ ബൻ കണ്ടിയ ബൻ അദാബൻ. അവിടെ നൂൻ കൊണ്ടുവന്നു അല്ലെ. തൻവീൻ എന്ന് പറഞ്ഞാൽ തന്നെ നൂനാണല്ലോ, ഉച്ചാരണത്തിന് നൂന് വരുന്നുണ്ടല്ലോ. അദാബൻ അലീമ. ഇനി നേരെ മറിച്ച് അലീമല്ല അലീമൻ ല എന്ന് പറയില്ല, ശേഷമുള്ള ലാമാണ്. അവിടെ ഇദ്ഗാം ബിലാഉന്നെയാണ് നിയമം. അവിടെ നിർത്താതെ ഓതുകയാണെങ്കിലും, ആയത്തിന്റെ അവസാനമാണ്, അവിടെ നിർത്താതെ ഒരാൾ ഓതുകയാണെങ്കിൽ അദാബൻ ലാക്കിനി ലാക്കിൻ എന്ന് ഓതൂല, അദാബൻ ലാക്കിനി എന്ന് ഓതൂല. കാരണം എന്താ, തെൻവീന്റെ ശേഷം ലാമ് റാ വന്നാൽ ഇദ്ഗാം ബിലാഉന്നെയാണ്, ആ തെൻവീനെ ലാമിലേക്ക് കൊടുക്കും. അദാബൻ ല എന്ന് പറയാ, അദാബല്ല എന്നേ പറയുള്ളൂ. അങ്ങനെയാണ് ഓതന്നെ. അതിന്റെ പേരാണ് ഇദ്ഗാം ബിലാഉന്ന, മണിക്കാതെ കൂട്ടി യോജിപ്പിക്കുക. ഇനി കൂട്ടി യോജിപ്പിക്കും അല്ലെ, മണിക്കുകയും ചെയ്യും. ഇപ്പൊ കൂട്ടി യോജിപ്പിച്ചു, ലാമില ആണെങ്കിൽ കൂട്ടി യോജിപ്പിക്കണം. അതിന് പുറമെ പിന്നെ നൗമി നൂന് വാവ് മീമിയ എന്നീ അക്ഷരങ്ങളാണെങ്കിൽ കൂട്ടി യോജിപ്പിക്കും, അതിന് പുറമെ മണിക്കുകയും ചെയ്യാം എന്ന് പറയണം. ഇനി സുക്കൂണിന്റെ നൂനിന്റെ ശേഷം ബ ആണ് വന്നതെങ്കിൽ, അല്ലെങ്കിൽ തെൻവീന്റെ ശേഷം ബാ വന്നു, അവിടെ നൂനിന്റെ സ്ഥാനത്ത് മീമാക്കി കൊടുക്കണം. ഇഖ്ലാബ് എന്ന് പറയും, മാറ്റി മറിക്കുക. നൂനിനെ മാറ്റിയിട്ട് മീമായി കൊടുക്കുക, ഇഖ്ലാബ്. അപ്പൊ ഇതാണ് നിയമങ്ങൾ. ഈ പറയാത്ത ബാക്കിയുള്ള അക്ഷരങ്ങൾ 15 അക്ഷരങ്ങളാണുള്ളവ. ഈ 15 അക്ഷരത്തിൽ വന്ന ഏതെങ്കിലും അക്ഷരങ്ങൾ വന്നാൽ, സുക്കൂള്ള നൂനിന്റെയോ തെൻവീന്റെയോ ശേഷം വന്നാൽ അവിടെ ഇഖ്ഫാ ചെയ്യണം, മറച്ച് മണിക്കണം. ഉദാഹരണത്തിന് وأخذهم الربا وقد نهوا عنه وأكلهم وقد نهوا عنه وأكلهم عنه. നൂനിനെ വ്യക്തമാക്കി. നൂനിന്റെ സുക്കൂനുള്ള ചിഹ്നമുണ്ട്. എന്തേ കാരണം, ശേഷമുള്ള ഹ ആണ്, ഹംസ ഹ എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അവിടെ വ്യക്തമാക്കി. وأكلهم أموال الناس بالباطل وأعتدنا للكافرين منهم عذابا أليما لكن الراسخون في العلم. ശബ്ദ തുടക്കത്തിലാണെങ്കിൽ ശബ്ദ പരിഗണിക്കേണ്ടതില്ല. لكن الراسخون في العلم منهم والمؤمنون يؤمنون بما أنزل إليك وما أنزل من قبلك والمقيمين الصلاة തഅനെ മാറ്റി ഹ ആക്കി കൊടുക്കണം അല്ലേ. തഅനെ വഖഫ് ചെയ്യുന്ന സമയത്ത് വൽ മുഖീം, വഖഫ് എന്ന് പറഞ്ഞാൽ നിർത്തുന്ന സമയത്ത്, നിർത്തുക എന്ന് പറഞ്ഞാൽ ശ്വാസം വിടാൻ വേണ്ടി നിർത്തുക. വൽ മുഖീമീന സ്വലാഹ് വൽ മുഅ്തൂന الزكاة والمؤمنون بالله واليوم الآخر أولئك سنؤتيهم أجرا عظيما.
ഇവിടെ കണ്ടില്ലേ അജിറൻ എന്ന് വ്യക്തമാക്കാൻ കാരണം ശേഷമുള്ള ഐനാണ്. ഹംസ ഐന് വന്നാൽ അല്ലെങ്കിൽ ആറക്ഷരത്തിൽപ്പെട്ട ഏതെങ്കിലും ഒന്ന് വന്നാൽ വ്യക്തമാക്കണം. لكن الراسخون في العلم منهم والمؤمنون يؤمنون بما أنزل إليك وما أنزل من قبلك والمقيمين الصلاة والمؤتون الزكاة والمؤمنون بالله واليوم الآخر. നിർത്തിയപ്പോൾ റാഇന് സുക്കൂന് മുമ്പ് കസർ വന്നു, തർഖീഖ് ചെയ്യണം. ഉലൈക സനുക്തീഹിം അജ്റൻ അളീമാ ഇന്നാ ഔഹൈനാ ഇലൈക കമാ ഔഹൈനാ ഇലാ നൂഹിൻ വന്നബിയ്യീന മിൻ ബഅദിഹി والنبيين من بعده. നൂനിന്റെ ശേഷം ബ വന്നു, നൂനിനെ മാറ്റി മീമാക്കി കൊടുക്കണം. അതിനാണ് മിം എന്ന് പറഞ്ഞു, മിൻ എന്ന് പറയാതെ മിം ബഅദി. وأوحينا إلى إبراهيم وإسماعيل وإسحاق ويعقوب والأسباط وعيسى وأيوب ويونس وهارون وسليمان وآتينا داود زبورا. داود ഇവിടെ 163-ാമത്തെ ആയത്താണ്. ഈ ആയത്തില് ഒരുപാട് മദ്ദുകളുണ്ട് അല്ലേ? മദ്ദുകളൊക്കെ ശ്രദ്ധിക്കാം. മദ്ദ് മുൻഫസിലാണ് അധികം. മദ്ദക്ഷരത്തിന് ശേഷം നീട്ടാൻ ഉപയോഗിക്കുന്ന അക്ഷരത്തിന് ശേഷം അടുത്ത വാക്കിലാണ് ഹംസ വന്നിട്ടുള്ളത്. അതിനാണ് മദ്ദ് മുൻഫസിലായത്. ഇന്നാ ഔഹൈനാ ഇലൈക കമാ ഔഹൈനാ ഇലാ നൂഹ് كما أوحينا إلى نوح والنبيين من بعده وأوحينا إلى إبراهيم وإسماعيل وإسحاق ويعقوب والأسباط وعيسى وأيوب ويونس وهارون وسليمان وآتينا داود زبورا. 164 ورسلا قد قصصناهم عليك من قبل ورسلا من قبل ورسلا لم نقصصهم عليك. നേരത്തെ പറഞ്ഞു തൻവീന് ശേഷം ലാമോ റോ വന്നാൽ കൂട്ടി യോജിപ്പിക്കാം. വറുസുലൻ ല എന്ന് പറയുന്നത് വറുസുലൻ ലം നഖ്സുസ്ഹും അലൈക വകല്ലമല്ലാഹു മൂസാ തക്ലീമാ റുസുലൻ മുബശ്ശിരീന വമുൻദിരീന ലിഅല്ലാ യകൂന ലിന്നാസി. നമ്മുടെ ക്ലാസ് ഏറ്റവും ചുരുക്കിയത് 3 പ്രാവശ്യമെങ്കിലും ഖത്മ് തീരുന്ന രൂപത്തിലുള്ള ക്ലാസ്സുകളാണ്. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇൻഷാ അല്ലാഹ് വീണ്ടും എത്രയാണോ ആവർത്തിക്കുന്നത് അത്രയും പ്രാവശ്യം നമുക്ക് ആവർത്തിക്കുകയും ഖത്മ് തീർക്കുകയും ഒക്കെ ചെയ്യാം. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മഹത്തായ പുണ്യമായ റജബ് മാസത്തിലാണ് നമ്മൾക്ക് ഉള്ളത്. റജബിന്റെ പവിത്രത കൊണ്ട് അല്ലാഹു തആല നമുക്ക് നല്ല ഹിഫ്ളാക്കാനും പഠിക്കാനും നല്ല ഓർമ്മശക്തിയും ഒക്കെ അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് പ്രായമുള്ള ഉമ്മമാര്, ഉപ്പമാര്, സഹോദരിമാര്, യുവാക്കൾ, കേരളത്തിലുള്ളവരും പുറത്തുള്ളവരൊക്കെ ആയ ഒരുപാട് ആളുകൾ, മുഅ്മിനീങ്ങൾ, നമ്മളൊക്കെ പ്രേക്ഷകരായ ആളുകളുണ്ട്. വിശുദ്ധ ഖുർആൻ പഠിക്കണമെന്ന ആഗ്രഹത്തോടു കൂടെയാണ്. അപ്പൊ അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് ഇൻഷാ അല്ലാഹ്
നല്ല നിയ്യത്തോടു കൂടി തന്നെ പഠിക്കുക, ഇരിക്കുക. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ورسلا قد قصصناهم عليك من قبل ورسلا لم نقصصهم عليك وكلم الله موسى تكليما رسلا مبشرين. നമ്മൾ നിർത്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നേരത്തെ പറഞ്ഞു സുക്കൂൻ ചെയ്യണം. അതിന്റെ പുറമെ നിർത്തുന്ന സമയത്ത് അവസാനത്തെ അക്ഷരത്തിൽ സുക്കൂന് വന്നാൽ എന്ന് പറഞ്ഞാൽ തെൻവീൻ ഫത്ത് ആകുമ്പോൾ സുക്കൂൻ വരില്ല. തെൻവീൻ ഫത്തോടു കൂടെയാണ് നിർത്തേണ്ടത്. അതുപോലെ തന്നെ നീട്ടാനുള്ള സ്ഥലമാണെങ്കിൽ നീട്ടിയിട്ടാണ് നിർത്തേണ്ടത്. അപ്പൊ അതിന് തൊട്ട് മുമ്പുള്ള അക്ഷരം നീട്ടാനുള്ള അക്ഷരം. ഇപ്പൊ നിർത്തുന്ന സമയത്ത് അവസാനത്തെ അക്ഷരത്തിന് സുക്കൂന് ആവുകയും തൊട്ട് മുമ്പ് നീട്ടാനുള്ള അക്ഷരമാവുകയും ഒക്കെ ചെയ്യുമ്പോൾ അവിടെ നിർത്തുന്ന സമയത്ത് ചെറിയ നിലക്കൊന്ന് നീട്ടണം. ആ നീട്ടുന്നതിന്റെ പേരാണ് മദ് ആരിദ്. റുസുലം മുബശ്ശിരീൻ റസുലം മുബശ്ശിരീന വമുൻദിരീൻ. മുൻദിരീൻ എന്നുള്ളിടത്താണ് നിർത്തിയത്. നേരത്തെ മുബശ്ശിരീൻ എന്ന് പറഞ്ഞു. എവിടെ നിർത്തിയാലും വേണ്ടി നിർത്തുന്ന സമയത്ത് അവസാനത്തെ അക്ഷരത്തിന് സുക്കൂന്. റസുലം മുബശ്ശിരീൻ, നൂന് സുക്കൂന്. തൊട്ട് മുമ്പ് നീട്ടാനുള്ള അക്ഷരമാണ് യാ ആണ്. അതുകൊണ്ട് അല്പം നീട്ടിയിട്ടാണ് വഖഫ് ചെയ്യുന്നത്. റസുലം മുബശ്ശിരീൻ, അവിടെ നൂന് സുക്കൂൻ തൊട്ട് മുമ്പ് നീട്ടാനുണ്ടായത് കൊണ്ട് അവിടെ നീട്ടിയിട്ടാണ് നിർത്തേണ്ടത്. മദ് ആരിദ് എന്ന് പറയും. റസുലം മുബശ്ശിരീന വമുൻദിരീന ലിഅല്ലാ യകൂന ലിന്നാസി അലല്ലാഹി ഹുജ്ജത്തുൻ ബഅദ الرسل وكان الله عزيزا حكيما. തൻവീൻ ഫത്താണ് നേരത്തെ പറഞ്ഞു. തൻവീൻ ഫത്ത് ഉള്ളിടത്ത് തൻവീൻ ഫത്തോടു കൂടെയാണ് നിർത്തേണ്ടത്. റസുലം മുബശ്ശിരീന വമുൻദിരീന ലിഅല്ലാ യകൂന ലിന്നാസി അലല്ലാഹി ഹുജ്ജ ഹുജ്ജത്തുൻ ബഅദ الرسل وكان الله عزيزا حكيما. لكن الله അല്ലാഹു എന്ന വാക്കിനെ ശ്രദ്ധ ചെയ്തു നിർത്തുമ്പോൾ ലാകിനില്ലാഹ് തൊട്ട് മുമ്പ് നീട്ടാനുണ്ട്. മദ് ആരിദ് വന്നു. മാത്രമല്ല അള്ളാഹു എന്ന വാക്കിന് മുമ്പ് കസർ വന്നാൽ അള്ളാഹു എന്ന വാക്ക് ലാ എന്നായിട്ട് മാറും. അള്ളാഹു എന്ന വാക്കിന് മുമ്പ് കസറാണ് വന്നതെങ്കിൽ ലാ എന്നായിട്ട് മാറും. ലാകിനില്ലാഹ് എന്ന് പറയില്ല. ലാകിനില്ലാഹു യശ്ഹദു ബിമാ അൻസല ഇലൈക. അൻസൽ നൂന്റെ ശേഷം സുക്കൂനുള്ള നൂന്റെ ശേഷം ഒന്നുമില്ല. നൂൻ അല്ലേ? അപ്പൊ സുക്കൂനുള്ള നൂനാണ്. നൂന്റെ ശേഷം സായ് വന്നാൽ നേരത്തെ പറഞ്ഞ 13 അക്ഷരത്തിൽപ്പെട്ടതല്ല 15 അക്ഷരത്തിൽപ്പെട്ടതാണ്. ഇഖ്ഫ ചെയ്യണം. അൻസല അവിടെയും ഇഖ്ഫ. അൻസലഹു ബിഇൽമിഹി. ഇവിടെ എന്തുണ്ട്? ഹി എന്ന് നിർത്തുന്നില്ല എങ്കിൽ നീട്ടണം. അൻസലഹു ഹു ബിഇൽമിഹി വൽ മലായികതു യശ്ഹദൂൻ. വൽ മലായികതു യശ്ഹദൂൻ. ബിഇൽമിഹി നിർത്തി. പിന്നെ മൊത്തം നോക്കണ്ട. والملائكة يشهدون وكفى بالله شهيدا. لكن الله يشهد بما أنزل إليك أنزله بعلمه والملائكة يشهدون وكفى بالله شهيدا. إن الذين كفروا وصدوا عن سبيل الله قد ضلوا ضلالا بعيدا. إن الذين كفروا وصدوا عن سبيل الله قد ضلوا ضلالا بعيدا. إن الذين كفروا وظلموا لم يكن الله ليغفر لهم ولا ليهديهم طريقا. إن الذين كفروا وظلموا لم يكن الله അള്ളാഹു എന്ന വാക്കിന് കസർ
ലം യകുനില്ലാഹു ലിയഗ്ഫിറ ലഹും വലാ ലിയഹ്ദിയഹും ത്വരീഖാ ഇല്ലാ ത്വരീഖ ജഹന്നമ ഖാലിദീന ഫീഹാ അബദാ. നമ്മൾ ഓതുന്ന സമയത്ത് എന്ത് ചെയ്യുക, ഈ മണിക്കലും ഇതൊക്കെ നീട്ടാനൊക്കെ ഉള്ളൂ ഒന്ന് കൊണ്ടുവന്ന് ശരിച്ചിട്ടൊന്ന് ഓതി നോക്കി. നമ്മുടെ ഓത്തൊക്കെ എന്ത് ഭംഗിയുണ്ടാവും. നല്ല പ്രത്യേകിച്ച് നല്ല ഈണമുള്ള ഒരുപാട് ആളുകളുണ്ട്, നല്ല മധുരമായ ശബ്ദമുള്ള ഒരുപാട് ആളുകൾ. സ്ത്രീകളൊക്കെ ആ വീട്ടിൽ നിന്നൊക്കെ ഒറ്റയ്ക്ക് ഇരുന്നു കൊണ്ട് നമ്മളെ റൂമുകളിൽ നിന്നുകൊണ്ട് ഒന്ന് പുറത്തേക്ക് വലിയ കൂടുതൽ ശബ്ദമില്ലാത്ത രൂപത്തിൽ ഒന്ന് ഇരുന്ന് മനോഹരമായിട്ട് ഓതണം എന്ന ഉദ്ദേശത്തോടു കൂടെ ആ വിശുദ്ധ ഖുർആനൊക്കെ ഒന്നെടുത്ത് അതിലേക്ക് ഇങ്ങനെ നോക്കി മനോഹരമായിട്ട് ഇങ്ങനെ ഒന്ന് ഓതി നോക്കി നമ്മൾ തന്നെയാണ് ഓതുന്നത് എന്ന് സംശയിക്കും. നമ്മൾ ആ രൂപത്തിൽ ഓതാൻ വേണ്ടി ശ്രമിക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ ആ രൂപത്തിൽ നമ്മൾ ശ്രമിക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ആ ഓത്തൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ ശരിക്കും ഇങ്ങനെ അതിൻ്റെ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് ഇങ്ങനെ ഓതുകയാണെങ്കിൽ നമ്മുടെ കുട്ടികൾ, ചെറിയ കുട്ടികളടക്കം ഇങ്ങനെ ഇരുന്ന് അവിടെ ഇങ്ങനെ കേട്ടിരുന്ന് പോകും. നമ്മളത് ഓതാത്തതുകൊണ്ടാണ്. നമ്മൾ സ്വന്തമായിട്ട് ഇങ്ങനെ ഓതും, ഒരാളെ കേൾപ്പിക്കുക എന്നുള്ള ഉദ്ദേശമൊന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ പുറത്തേക്ക് ശബ്ദമില്ലാതെ നമ്മൾ അകത്ത് നിന്നുകൊണ്ട് ആ ഒരു നല്ലൊരു ഉദ്ദേശത്തോടു കൂടെ, നല്ല ഈയത്തോടു കൂടെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഓതുന്ന ആൾക്കുള്ള പ്രതിഫലം എത്രയാണ്, അപ്പൊ അത് കേൾക്കുന്ന ആൾക്കും എത്രയാണ് പ്രതിഫലം. വെറുതെ കിട്ടുകയാണ്, നമ്മളെ മക്കൾക്ക് നമ്മൾ വെറുതെ കൊടുക്കുകയാണ്. അപ്പൊ അത് ഇങ്ങനെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അപ്പൊ അത് നമ്മൾ ഓതുന്നതിന്റെ പുറമെ മറ്റുള്ളവരെ കേൾപ്പിക്കുമ്പോൾ അവർക്ക് അതിന്റെ പുണ്യം കിട്ടുകയാണ് നമ്മൾ കാരണമായിട്ട്. അപ്പൊ ഒന്നുകൂടി നമ്മളെ പ്രതിഫലം കൂടുകയാണ്. നമ്മൾ ആ നിയ്യത്തായിരിക്കണം, അല്ലാതെ ആളുകളെ കേൾപ്പിക്കുക എന്നുള്ള ഉദ്ദേശം ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ല. അപ്പൊ അത് അവര് കേൾക്കുമ്പോൾ അവര് കേൾക്കാനും പഠിക്കാനും അതിലേക്ക് താല്പര്യം പ്രകടിപ്പിക്കാനും മറ്റു കാര്യങ്ങളിൽ നിന്നൊക്കെ ഒഴിവാകാനും ഒക്കെ, പ്രത്യേകിച്ച് കുട്ടികളൊക്കെ, ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഇങ്ങനെ ഒരു സന്തോഷം, ഒരു സമാധാനം വിശുദ്ധ ഖുർആൻ കേൾക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ വീടുകളിലും അതുപോലെ തന്നെ നമ്മുടെ എല്ലാ കാര്യത്തിലും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളും ഒക്കെ സദാസമയം മലക്കുകളൊക്കെ ആശ്ചര്യപ്പെട്ടു പോകുന്ന ഒരു സന്ദർഭമാണ്. വിശുദ്ധ ഖുർആനൊക്കെ പാരായണം ചെയ്യുന്ന സദസ്സ് കാണുമ്പോൾ, ആ ഒരു മജ്‌ലിസ് കാണുമ്പോൾ മലക്കുകൾ ഇങ്ങനെ അത്ഭുതപ്പെടുമ്പോൾ അള്ളാഹുവിനോട് ഇങ്ങനെ അതിനെ അത്ഭുതത്തോടുകൂടെ ആശ്ചര്യത്തോടുകൂടെ ഇങ്ങനെ പറയുന്ന ഒരു സന്ദർഭം ഉണ്ടാകുമെന്ന് മഹാനായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും വിശുദ്ധ ഖുർആനൊക്കെ നമ്മെ പഠിപ്പിച്ചതാണ്. അപ്പൊ അതിനൊക്കെയുള്ള ഒരു അവസരങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പൊ ആ അവസരങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തുക. നമുക്ക് പലപ്പോഴും പുറത്ത് ഒന്ന് ഓതാൻ ചിലപ്പോൾ മടി ഉണ്ടാവും. ആ മടി ഉണ്ടാകുന്നതിന്റെ കാരണം തന്നെ നമുക്കതിന് ഇതിന്റെ ആ രൂപത്തിൽ ഓതാൻ അറിയില്ല എന്നതുകൊണ്ടാണ്. അപ്പൊ എന്ത് ചെയ്യുക, അതിനൊക്കെയാണ് നമ്മളെ ഈ ക്ലാസ്. എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ താഴെ നമ്പർ, അതുപോലെ തന്നെ നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പിലുള്ള ക്ലാസ്സുകളൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ നമുക്ക് നഷ്ടപ്പെടാതെ കിട്ടും. പ്രത്യേകിച്ച് നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളൊക്കെ, യാസീനായിക്കോട്ടെ, മുൽക്കായിക്കോട്ടെ, മറ്റുള്ള സുഹൃത്തുക്കളൊക്കെ നമുക്ക് നമ്മുടേതായ ആ ഒരു പഠിച്ചതനുസരിച്ച് നമുക്ക് ഓതാൻ കഴിയണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മൾ അതിനു വേണ്ടി ശ്രമിക്കുമ്പോൾ കിട്ടും ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഓതാണ് ഇല്ലാ ത്വരീഖ ജഹന്നമ ഖാലിദീന ഫീഹാ അബദാ وكان ذلك على الله يسيرا. إن الذين كفروا وظلموا لم يكن الله ليغفر لهم ولا ليهديهم طريقا إلا طريق جهنم خالدين فيها أبدا
وكان ذلك على الله يسيرا. 170 يا أيها الناس قد جاءكم الرسول بالحق من ربكم നൂന്റെ ശംറ ലാം റാ എന്നാൽ കൂട്ടി വായിക്കുക. മിൻ റാ എന്ന് പറയുന്നത് മിർ നൂന് ഇല്ലാത്തതുപോലെ വായിക്കുക. മിർ റബ്ബിക്കും ഫആമിനു ഖൈറൻ ലക്കും. തൻവീനേഷൻ ലാം വന്നു. നേരത്തെ പറഞ്ഞ പോലെ ഖൈറൻ എന്ന് പറയുന്നത് മിർ റബ്ബിക്കും എന്നത് പറഞ്ഞ പോലെ ഖൈറൻ ലക്കും രണ്ടും ഒരു അക്ഷരത്തിൽപ്പെട്ട ഒരു ഗ്യാങ്ങിൽപ്പെട്ടതാണ് അക്ഷരമാണ്, ഒരു വിഭാഗത്തിൽപ്പെട്ട അക്ഷരമാണ്. ലാമുറാവും ഒരേ നിയമമാണ്. എന്താ വ്യത്യാസം? അക്ഷര വ്യത്യാസം. ഒന്ന് ലാമാണ്, മറ്റേ റാ ആണ്. വേറെ വ്യത്യാസമൊന്നുമില്ല. بالحق من ربكم فآمنوا خيرا لكم وإن تكفروا فإن لله ما في السماوات والأرض وكان الله عليما حكيما. يا أيها الناس قد جاءكم الرسول بالحق من ربكم فآمنوا خيرا لكم وإن تكفروا فإن لله ما في السماوات والأرض وكان الله عليما حكيما. يا أهل الكتاب لا تغلوا في دينكم ولا تقولوا على الله إلا الحق إنما المسيح عيسى بن مريم رسول الله وكلمته ألقاها إلى مريم وروح منه فآمنوا بالله ورسله ولا تقولوا ثلاثة. അവിടെ കൂട്ടി വായിക്കുമ്പോൾ അവിടെ നിർത്തിയിട്ട് ഓതുകയാണെങ്കിൽ ഇൻതഹു ഇഖ്ഫ ചെയ്യണം. വസലിൻ ഹംസയാണ് തുടക്കത്തിൽ ഈ ന വായിക്കേണ്ടത്. കാരണം എന്താ? മൂന്നാമത്തെ അക്ഷരം ത അല്ലേ? ത എന്താണ്? പിന്നെ ഫത്വ കസറാണെങ്കിൽ കസറാണ് കൊടുക്കേണ്ടത്. ലൊമ്മാണെങ്കിൽ ലൊമ്മ കൊടുക്കുക. ആയെന്ന് കൊടുക്കൂല, ആയെന്ന് കൊടുക്കൂല. ആയെന്ന് കൊടുക്കണമെങ്കിൽ അലിഫും ലാമും ഉണ്ടാവണം. ഇല്ലാത്ത ഒരു സ്ഥലത്തും ആയെന്ന് കൊടുക്കുകയില്ല. ഇൻതഹു ഖൈറൻ ലക്കും അവിടെ നിർത്താതെ ഓതുകയാണെങ്കിൽ, ഇവിടെ പലപ്പോഴും വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ്. സലാസത്തുൻ എന്നാണുള്ളത്, തെൻവീനാണുള്ളത്. തെൻവീന് ശേഷം ഹംസയാണ് വന്നിട്ടുള്ളത്. ഹംസയ്ക്ക് ശേഷം നൂനാണ് വന്നിട്ടുള്ളത്. നൂന് സുക്കൂനാണ്. സലാസത്തുൻ എന്ന ഉച്ചാരത്തിൽ വന്നാൽ തുൻ, അപ്പൊ നൂനാണ്, നൂന് സുക്കൂനാണുള്ളത്. പിന്നെയും നൂന് സുക്കൂനാണുള്ളത്. അപ്പൊ രണ്ട് സുക്കൂൻ ഒരുമിച്ച് വരൂല. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ സലാസത്തുൻ എന്നതിന് നൂന് കസ്ർ കൊടുക്കുക. തുന്നി ثلاثة انتهوا ولا تقولوا ثلاثة انتهوا خيرا لكم إنما الله إله واحد سبحانه أن يكون له ولد له ما في السماوات وما في الأرض وكفى بالله وكيلا. يا أهل الكتاب لا تغلوا في دينكم ولا تقولوا على الله إلا الحق إنما المسيح عيسى بن مريم رسول الله وكلمته ألقاها إلى مريم وروح منه فآمنوا بالله ورسله ولا تقولوا ثلاثة انتهوا خيرا لكم إنما الله إله واحد
سبحانه أن يكون له ولد له ما في السماوات وما في الأرض وكفى بالله وكيلا لن يستنكف المسيح أن يكون عبدا لله ولا الملائكة المقربون ومن يستنكف عن عبادتي ويستكبر فسيحشرهم إليه جميعا ويستكبر റാഇന് സുക്കൂനാണ്, മുമ്പ് കസറാണ്. ഈ സ്ഥലങ്ങൾ റാഇനെ തർക്കീക്ക് ചെയ്തിട്ടാണ്, ലഘുവാക്കി കനം കുറച്ചിട്ടാണ് ഓതേണ്ടത്. വയസ്തക്ബിർ എന്ന് പറയുന്നത് വയസ്തക്ബിർ ഫസയഹ്ശുറുഹും ലൻ യസ്തൻകിഫൽ മസീഹു അൻ യകൂന അബ്ദൻ ലില്ലാഹ്. തൻവീൻ ശലാം വന്നു. عبدا لله وللملائكة المقربون ومن يستنكف عن عبادته ويستكبر فسيحشرهم إليه جميعا فأما الذين آمنوا وعملوا الصالحات فيوفيهم أجورهم ويزيدهم من فضله وأما الذين استنكفوا واستكبروا فيعذبهم عذابا أليما ولا يجدون لهم من دون الله وليا ولا نصيرا ولا يجدون لهم ميم الشميم سكون ميم الشميم അപ്പോൾ ലഹും ഒരു മീമായിട്ട് ഉച്ചരിക്കുന്നു. ലഹും മിൻ ദൂനില്ലാഹ് മിൻ അവിടെ ഇഖ്ഫാ ചെയ്യണം. ശേഷമുള്ള ബ അല്ല, ഇഖ്തിലാബിന്റെ ബ അല്ല, ഇദ്ഗാമും ബിലാഗുനയുടെ ലാമും റാവുമല്ല, ഇദ്ഗാമും ബിഗുനയുടെ നൗമി നൂന് വാവ് മീമി യാവുമല്ല, ഇദ്ഹാറിനെ വ്യക്തമാക്കുക ഹംസ ഹ ഖ ഐന് ഖൈന് ഇതുമല്ല. ബാക്കി 15 അക്ഷരത്തിൽപ്പെട്ട ഇഖ്ഫായിൻ അക്ഷരത്തിൽപ്പെട്ടതാണ്. ഇഖ്ഫ എന്ന് പറഞ്ഞാൽ മറച്ചു പണിക്കുക. മിൻ ദൂനി എന്ന് പറയില്ല, അപ്പൊ വെളിവായി മറച്ചു പണിക്കുക. മിൻ ദൂനില്ലാഹി വലിയൻ വലാ നസീറാ فأما الذين آمنوا وعملوا الصالحات فيوفيهم أجورهم ويزيدهم من فضله وأما الذين استنكفوا واستكبروا فيعذبهم عذابا أليما ولا يجدون لهم من دون الله وليا ولا نصيرا يا أيها الناس قد جاءكم برهان من ربكم وأنزلنا إليكم نورا مبينا يا أيها الناس قد جاءكم برهان من ربكم وأنزلنا إليكم نورا مبينا فأما الذين آمنوا بالله واعتصموا به فسيدخلهم في رحمة منه وفضل ويهديهم ويهديهم إليه صراطا مستقيما فأما الذين آمنوا بالله واعتصموا به
فسيدخلهم في رحمة منه وفضل ويهديهم إليه صراطا مستقيما يستفتونك قل الله يفتيكم في الكلالة إن امرؤ هلك ليس له ولد وله أخت فلها نصف ما ترك وهو يرثها إن لم يكن لها ولد وهو يرثها നിർത്താതെ ഓതുകയാണ് നിർത്തണം. وهو يرثها إن لم يكن لها ഇല്ലം നൂന്റെ ശം ലാം ഇത് പിന്നെ കൂട്ടി വച്ചിപ്പിക്കുക ഇല്ലം യകുൽ ലഹാ വലദ് രണ്ട് സ്ഥലത്തും فإن كانت اثنتين كانتا എന്നാണുള്ളത് കാനത്താ اثنتين വായിക്കരുത് فإن كانت اثنتين فلهما الثلثان مما ترك وإن كانوا إخوة رجالا ونساء فللذكر مثل حظ الأنثيين يبين الله لكم أن تضلوا والله بكل شيء عليم يستفتونك قل الله يفتيكم في الكلالة إن امرؤ هلك ليس له ولد وله أخت فلها نصف ما ترك وهو يرثها إن لم يكن لها ولد فإن كانت اثنتين فلهما الثلثان مما ترك وإن كانوا إخوة رجالا ونساء فللذكر مثل حظ الأنثيين يبين الله لكم أن تضلوا والله بكل شيء عليم. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് സൂറത്ത് നിസാ ഇവിടെ പിന്നെ അവസാനിച്ചിരിക്കുകയാണ്. നമ്മളെ ഓത്ത് അവസാനിക്കുന്നില്ല. നമ്മളെ ഈ ഓതിക്കൊണ്ടിരിക്കുന്ന സൂറത്തിന്റെ ഈ ഭാഗം ഇപ്പോൾ അവസാനിച്ചു. ഇൻഷാ അല്ലാഹ് നമുക്കത് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഒരു വട്ടം റിപ്പീറ്റ് ചെയ്യണം. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഒരുപാട് ആളുകൾ പലവിധ ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. റഹ്മാനായ റബ്ബേ, എല്ലാവരുടെ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ച് നൽകണം റഹ്മാനെ. ഞങ്ങൾ ചെയ്യുന്നതും ചെയ്യാൻ പോകുന്നതുമായ എല്ലാ കാര്യത്തിലും നീ ബറക്കത്ത് നൽകണം റഹ്മാനെ. പ്രത്യേകിച്ച് ഞങ്ങളെ പ്രേക്ഷകരിൽ എപ്പോഴും എല്ലാ ക്ലാസ്സുകളും കേൾക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഉമ്മയും ഫാമിലിയും ഒക്കെ പിന്നെ ഉംറക്ക് പോവാന്ന് പറഞ്ഞു. തമിഴ്നാട്ടിലുള്ള പിന്നെ ഉമ്മയും സഹോദരി മക്കളൊക്കെ ആയിട്ട് ഉംറക്ക് പോവാന്ന് പറഞ്ഞു. അല്ലാഹു തആല അവരുടെ യാത്രയും അതുപോലെ തന്നെ അവരുടെ കർമ്മങ്ങളൊക്കെ റാഹത്തായിട്ട് ഒക്കെ നിർവഹിച്ച് തിരിച്ചു വരാനൊക്കെ ഉള്ള തൗഫീഖ്, ആഫിയത്തും ദീർഘായുസ്സും അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. മഖബൂലും മബ്റൂറുമായ ഉംറക്ക് നിർവഹിക്കാനൊക്കെ ഉള്ള തൗഫീഖ് അവർക്കും നമുക്കും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും ഒരുപാട് ആളുകൾക്ക് റഹ്മാനെ റബ്ബേ ഉംറക്ക് പോയവരുണ്ട്, പോകാൻ ഉദ്ദേശിച്ചവരുണ്ട്, ഹജ്ജിനൊക്കെ പോകാൻ ഉദ്ദേശിച്ചവരുണ്ട്. റഹ്മാനെ റബ്ബേ, എല്ലാവർക്കും നീ തൗഫീഖ് പ്രദാനം ചെയ്യുന്ന റഹ്മാനെ. അതിനുള്ള എല്ലാവിധ വഴികളും നീ ഞങ്ങൾക്ക് നീ തുറന്നു നൽകണം റഹ്മാനെ. ഞങ്ങളുടെ നമ്മുടെ നേതാവായ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ഷറഫാകപ്പെട്ട പുണ്യമാക്കപ്പെട്ട റൗള ഷരീഫ് ഒന്ന് സിയാറത്ത് ചെയ്യാനും
അവിടുത്തോടൊന്ന് സ്വലാത്തും സലാമും പറയാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യണം റഹ്മാനെ. സ്വലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ ഹബീബി യാ റസൂലല്ലാഹ് എന്ന സ്വലാത്തും സലാമും ധാരാളം പ്രാവശ്യം പറയാൻ ഞങ്ങൾക്കും അവർക്ക് നീ തൗഫീഖ് നൽകണം റഹ്മാനെ. നീ തൗഫീഖ് പ്രദാനം ചെയ്യണം റഹ്മാനെ. അതുപോലെ തന്നെ ഒരു സഹോദരി വീട്ടിലെ കുടുംബത്തിലെ മക്കളിലെ പ്രയാസങ്ങൾ ഒക്കെ നീങ്ങാൻ വേണ്ടി ശാരീരികമായ ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ മറ്റുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. അല്ലാഹു തആല അവർക്കൊക്കെ എല്ലാം കൊണ്ടും റാഹത്തും സലാമത്തും നീ നൽകണം റഹ്മാനെ. ഇസ്സത്ത് നൽകണം റഹ്മാനെ. മഹബ്ബത്തിനെ ഏറ്റി നൽകണം റഹ്മാനെ. ആ വീട്ടിൽ, കുടുംബത്തിൽ, മക്കളിൽ, ആ ഉമ്മയിൽ റഹ്മാനെ റബ്ബേ അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും റഹ്മാനെ റബ്ബേ മക്കളെ എല്ലാവിധ കാര്യങ്ങളിലൊക്കെ നീ ഖൈറും ബറക്കത്തും റാഹത്തും സന്തോഷവും മഹബ്ബത്തും നീ ഏറ്റി നൽകണം റഹ്മാനെ. സ്നേഹം നീ വർദ്ധിപ്പിക്കണം റഹ്മാനെ. ഞങ്ങൾക്കിടയിലുള്ള എല്ലാവരിലുമുള്ള എല്ലാവിധ മഹബ്ബത്ത് നീ പ്രദാനം ചെയ്യണം റഹ്മാൻ. ഞങ്ങളിലൊക്കെ നീ മഹബ്ബത്തിന് നീ വർദ്ധിപ്പിക്കണം റഹ്മാനെ. ഈമാനെ നീ ശക്തിപ്പെടുത്തണം റഹ്മാൻ. ഞങ്ങൾക്കൊക്കെ നീ സബർ നൽകണം റഹ്മാനെ റബ്ബെ. എല്ലാം കൊണ്ടും നീ ഖൈർ പ്രദാനം ചെയ്യണം റഹ്മാനെ റബ്ബെ. ഞങ്ങൾക്ക് ഖൈറായത് നീ ചോദിക്കാതെ തന്നെ നൽകുന്നവനാണ്. ഇനിയും ധാരാളമായിട്ട് നീ ഓശാരമായിട്ട് നീ നൽകണം റഹ്മാനെ റബ്ബെ. എണ്ണിയാൽ ഒതുങ്ങാത്ത അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നീ നൽകിയിട്ടുണ്ട്. നീ അതെല്ലാം നീ വർദ്ധിപ്പിച്ച് നൽകണം റഹ്മാനെ. ഇന്ന് ശുക്ർ ചെയ്യുന്ന നിനക്ക് വേണ്ടി ശുക്ർ ചെയ്യുന്ന ആളുകളാക്കി നിന്റെ ശാക്കിര്യങ്ങൾ ഇനി ഉൾപ്പെടുത്തണം റഹ്മാനെ. നിന്റെ യഥാർത്ഥ ഇബാദിയങ്ങൾ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം റഹ്മാനെ. നിന്റെ യഥാർത്ഥ ഇഷ്ടദാർശകന്മാരെ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം റഹ്മാനെ. യഥാർത്ഥ മുത്തഖീങ്ങളിൽ നീ ഉൾപ്പെടുത്തണം റഹ്മാനെ. പൂർണ്ണ ഈമാനിലായിക്കൊണ്ട് പൂർണ്ണ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിലായിക്കൊണ്ട് അടിയുറച്ചുകൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖ് നീ പ്രദാനം ചെയ്യണം റഹ്മാനെ. മരണം ഖൈറാവുന്ന സമയത്ത് പരിപൂർണ്ണ ഈമാനിലായിക്കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ചൊരിച്ചുകൊണ്ട് റാഹത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ ഈ ലോകത്ത് നിന്ന് വിട പറയാനുള്ള തൗഫീഖ് നീ പ്രദാനം ചെയ്യണം റഹ്മാനെ. അതുപോലെ തന്നെ മറ്റൊരു ഒരുപാട് പ്രയാസങ്ങൾ, രോഗങ്ങളും അതുപോലെ തന്നെ മറ്റുള്ള ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വേറൊരു സഹോദരി അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് പ്രയാസം പറഞ്ഞവരുണ്ട്. അതുപോലെ തന്നെ ഒരു സഹോദരൻ ഗൾഫിലുള്ള വിദേശത്തുള്ള ഒരു സഹോദരൻ അദ്ദേഹത്തിന്റെ ജോലിയിലും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ഖൈറും ബറക്കത്തും റാഹത്തും സന്തോഷം ഉണ്ടാകാൻ വേണ്ടി. അതുപോലെ തന്നെ വേറൊരു സഹോദരൻ കണ്ണൂരുള്ള നമ്മളൊരു സുഹൃത്തു കൂടിയാണ് അദ്ദേഹം. അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു പുതിയൊരു ഷോറൂം ഉദ്ഘാടനം ചെയ്യുന്നു എന്ന് പറഞ്ഞു. അല്ലാഹു തആല അവരിലൊക്കെ എല്ലാം കൊണ്ടും റാഹത്തും സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെയൊക്കെ കച്ചവടങ്ങളിൽ അതുപോലെ തന്നെ മറ്റുള്ള നാമുമായി ബന്ധപ്പെട്ട ഒരുപാട് ആളുകൾ സ്വദേശത്തും വിദേശത്തുമായി ജോലി ചെയ്യുന്നവരുണ്ട്. അതുപോലെ തന്നെ ജോലി ചെയ്യുന്നവരിലും അതുപോലെ തന്നെ സഹോദരിമാരിലും ഉമ്മമാരിലും നമ്മുടെ പേരമക്കളെ എല്ലാവരുടെ ആരോഗ്യത്തിൽ നീ ബറക്കത്ത് നൽകണം റഹ്മാനെ. നീ ബറക്കത്ത് നൽകണം റഹ്മാനെ റബ്ബേ. ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളിലും നീ റാഹത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ ഒക്കെ നീ നടത്തി തരണം റഹ്മാൻ. ഞങ്ങളെ മഈശത്തിന് നീ ബറക്കത്ത് നൽകണം റഹ്മാനെ റബ്ബ്. ഒരാൾ മുമ്പിൽ കൈനീട്ടേണ്ട ഒരവസ്ഥ ഞങ്ങൾക്കാർക്കും തന്നെ നീ നൽകല്ല റഹ്മാനെ. ഇങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ, ഒരുപാട് രോഗങ്ങൾ, അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളവർ, ഇങ്ങനെ പല നിലക്കും പല വിഷമങ്ങൾ പറയുന്നവരുണ്ട് റഹ്മാനെ റബ്ബ്. എല്ലാവർക്കും നീ പരിപൂർണ്ണ സലാമത്ത് നൽകണം റഹ്മാനെ. എല്ലാം കൊണ്ടും നീ ഖൈർ പ്രദാനം ചെയ്യണം റഹ്മാനെ. നീ സലാമത്ത് നൽകണം റഹ്മാനെ. നീ ഇസ്സത്ത് നൽകണം റഹ്മാനെ. അതുപോലെ തന്നെ ഒരുപാട് പ്രേക്ഷകരായ ആളുകൾ റഹ്മാനെ റബ്ബെ വിശുദ്ധ ഖുർആന്റെ ആ ഒരു പോരിശ മനസ്സിലാക്കിയിട്ട് വിശുദ്ധ ഖുർആൻ പഠിക്കണമെന്ന ആഗ്രഹത്തോടുകൂടി ഒരുപാട് ആളുകൾ, അതുപോലെ തന്നെ ആരെങ്കിലും ഇതര വിഭാഗങ്ങളിൽപ്പെട്ട ആരെങ്കിലുമൊക്കെ വിശുദ്ധ ഖുർആനോടുള്ള മഹബത്ത് കാരണമായിട്ട് കേൾക്കുന്നവരുണ്ട്. അവർക്ക് നീ പരിപൂർണ്ണ ഹിദായത്ത് നീ നൽകണം റഹ്മാൻ. ഒരുപാട് ആളുകൾ അങ്ങനെയും കേൾക്കുന്നവരൊക്കെ ഉണ്ട്. അല്ലാഹു തആല എല്ലാവർക്കും നീ ഹിദായത്തിന്റെ വെളിച്ചം നീ എത്തിക്കണം റഹ്മാനെ. ഈമാന്റെ പ്രഭ നീ അവരിലേക്ക് നീ ചൊരിയണം റഹ്മാനെ. ഞങ്ങൾ ഈ വിശുദ്ധ ഖുർആന്റെ ബറക്കത്ത് കൊണ്ട്, ഈ വിശുദ്ധ ഖുർആന്റെ ഈ ക്ലാസിന്റെ കാരണമായിക്കൊണ്ട് റഹ്മാനെ അവർക്ക് നീ നൂറിനെ നീ എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. ഹിദായത്തിന് നീ എത്തിച്ചു കൊടുക്കണം റഹ്മാൻ. ഞങ്ങളെ നീ ഈമാനെ നീ സലാമത്തിലാക്കി തരണം റഹ്മാനെ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقولهم إنا قتلنا المسيح عيسى ابن مريم رسول الله وما قتلوه وما صلبوه ولكن شبه لهم
وإن الذين اختلفوا فيه لفي شك منه ما لهم به من علم إلا اتباع الظن وما قتلوه يقينا بل رفعه الله إليه وكان الله عزيزا حكيما وإن من أهل الكتاب إلا ليؤمنن به قبل موته ويوم القيامة يكون عليهم شهيدا فبظلم من الذين هادوا حرمنا عليهم طيبات أحلت لهم وبصدهم عن سبيل الله كثيرا وأخذهم الربا وقد نهوا عنه وأكلهم أموال الناس بالباطل وأعتدنا للكافرين منهم عذابا أليما لكن الراسخون في العلم منهم والمؤمنون يؤمنون بما أنزل إليك وما أنزل من قبلك والمقيمين الصلاة والمؤتون الزكاة والمؤمنون بالله واليوم الآخر أولئك سنؤتيهم أجرا عظيما إنا أوحينا إليك كما أوحينا إلى نوح والنبيين من بعده وأوحينا إلى إبراهيم وإسماعيل وإسحاق ويعقوب والأسباط وعيسى وأيوب ويونس وهارون وسليمان وآتينا داود زبورا ورسلا قد قصصناهم عليك من قبل ورسلا لم نقصصهم عليك وكلم الله موسى تكليما رسلا مبشرين ومنذرين لئلا يكون للناس على الله حجة بعد الرسل وكان الله عزيزا حكيما لكن الله يشهد بما أنزل إليك أنزله بعلمه والملائكة يشهدون
وكفى بالله شهيدا إن الذين كفروا وصدوا عن سبيل الله قد ضلوا ضلالا بعيدا إن الذين كفروا وظلموا لم يكن الله ليغفر لهم ولا ليهديهم طريقا إلا طريق جهنم خالدين فيها أبدا وكان ذلك على الله يسيرا يا أيها الناس قد جاءكم الرسول بالحق من ربكم فآمنوا خيرا لكم وإن تكفروا فإن لله ما في السماوات والأرض وكان الله عليما حكيما يا أهل الكتاب لا تغلوا في دينكم ولا تقولوا على الله إلا الحق إنما المسيح عيسى ابن مريم رسول الله وكلمته ألقاها إلى مريم وروح منه فآمنوا بالله ورسله ولا تقولوا ثلاثة انتهوا خيرا لكم إنما الله إله واحد سبحانه أن يكون له ولد له ما في السماوات وما في الأرض وكفى بالله وكيلا لن يستنكف المسيح أن يكون عبدا لله ولا الملائكة المقربون ومن يستنكف عن عبادته ويستكبر فسيحشرهم إليه جميعا فأما الذين آمنوا وعملوا الصالحات فيوفيهم أجورهم ويزيدهم من فضله وأما الذين استنكفوا واستكبروا فيعذبهم عذابا أليما ولا يجدون لهم من دون الله وليا ولا نصيرا يا أيها الناس قد جاءكم برهان من ربكم وأنزلنا إليكم نورا مبينا فأما الذين آمنوا بالله واعتصموا به فسيدخلهم في رحمة منه وفضل ويهديهم إليه صراطا مستقيما يستفتونك قل الله يفتيكم في الكلالة إن امرؤ هلك ليس له ولد وله أخت فلها نصف ما ترك
وهو يرثها إن لم يكن لها ولد فإن كانت اثنتين فلهما الثلثان مما ترك وإن كانوا إخوة رجالا ونساء فللذكر مثل حظ الأنثيين يبين الله لكم أن تضلوا والله بكل شيء عليم. صدق الله العلي العظيم. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم اغفر لنا وارحمنا ولوالدينا ولمشائخنا ولأساتذتنا ولمن ماتوا منا ولجميع المؤمنين والمؤمنات والمسلمين والمسلمات آمين برحمتك يا أرحم الراحمين بفضلك. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم.